എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഇപ്രകാരം പറയുന്നു: യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. ആ ദൈവത്തിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത അവൻ കരുണയുള്ളവനാണ്, രണ്ടാമത്തെ പ്രത്യേകത അവൻ കൃപ നിറഞ്ഞവനാണ്, മൂന്നാമത്തെ പ്രത്യേകത അവൻ ദീർഘക്ഷമയുള്ളതാണ്, മഹാദയുള്ളതാണ്. ലോകത്തിൽ ഒരു മനുഷ്യനെ നോക്കിയാൽ ഏതെങ്കിലും ഒന്നുപോലും പൂർണ്ണമായി കാണുവാൻ കഴിയത്തില്ല. ലോകത്തിലെ ഏതൊരു വ്യക്തിയെ നോക്കിയാലും ഒന്നുപോലും അത് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത നിവൃത്തിയിൽ നിൽക്കും. ദൈവം എന്നെ സ്നേഹിച്ച ദൈവം എന്നോട് നോക്കി പറയുക: മോനെ, ഞാൻ കരുണയുള്ളവനാ, മോനെ, ഞാൻ കൃപ നിറഞ്ഞവനാ, ഞാൻ ദീർഘക്ഷമയുള്ളവനാ, ഞാൻ മഹാദയുള്ളവനാ. അതുകൊണ്ടാണ് ഇന്ന് പകലും നീ ജീവനോടെ ഈ ഭൂമിയുടെ മുകൾ പരപ്പിലായിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം ശത്രു മുടിച്ചു കളയുവാൻ നോക്കിയപ്പോഴും, എത്രയോ പ്രാവശ്യം തളർത്തിക്കളയുവാൻ നോക്കിയപ്പോഴും, എത്രയോ പ്രാവശ്യം ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുവാൻ ശത്രു വാതി വിളിച്ച സന്ദർഭങ്ങളുണ്ടല്ലോ. ദൈവത്തിന്റെ മഹാദയ എന്നോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്, ദൈവത്തിന്റെ മഹാകരുണ എന്നോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്, ദൈവത്തിന്റെ കൃപ എൻ്റെ സഭയോടുണ്ടായിരുന്നതുകൊണ്ട്, ദൈവത്തിന്റെ കൃപ എൻ്റെ കുഞ്ഞിനോടുണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് പകലും ആരോഗ്യത്തോടെ ദൈവം നിർത്തിയതോർത്ത് എത്ര പേർക്ക് കാര്യങ്ങൾ ഉയർത്തി നന്ദി ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. നമ്മുടെ ഈ പ്രാവശ്യത്തെ തീം ഗോഡ്സ് ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ദൈവത്തിന്റെ കൃപമേൽ കൃപ പ്രാപിക്കുന്ന വർഷമായി ഇത് മാറട്ടെ. 2025 ഒന്ന് പറയാൻ കഴിയുമ്പോൾ 2025 ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ കൃപമേൽ പ്രാപിക്കുന്ന ഒരു വർഷമായി മാറട്ടെ. ഒന്ന് ചേർന്ന് പറഞ്ഞേ: എൻ്റെ കുടുംബത്തോട്, എൻ്റെ തലമുറകളോട്, എൻ്റെ സഭയോട്, എൻ്റെ ദേശത്തോട് ദൈവത്തിൻ്റെ കൃപമേൽ കൃപ പ്രാപിക്കുന്ന ഒരു വർഷമായി ഇത് മാറും. എത്ര പേർക്ക് കരങ്ങളെ തട്ടി ആമേൻ പറയാൻ കഴിയും? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അങ്ങനെയുള്ളവരുടെ കരങ്ങളെയൊക്കെ തട്ടിപ്പറ: കർത്താവ് എന്നോട്, എൻ്റെ സഭയോട് ദൈവത്തിന്റെ കൃപമേൽ കൃപ, ആ കൃപമേൽ കൃപ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ കൃപമേൽ കൃപ ഇറങ്ങുന്ന ഒരു വർഷമായത്. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടെ ഒരുമിച്ച് ചേർന്ന്: അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഒരു അർഹതയും ഒരു യോഗ്യതയും ഇല്ലാത്തിടത്ത്, യാതൊരു സാധ്യതകളും ഇല്ലാത്തിടത്ത് ഇറങ്ങി വരുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഒരു അർഹതയും എനിക്ക് പറവാനില്ലെങ്കിലും, ഒരു യോഗ്യതയും ഒരു പുകഴ്ചയും പറവാനില്ലെങ്കിലും അവിടെ ഇറങ്ങി വന്ന് നിന്നെ പ്രാപ്തനാക്കി മാറ്റുന്നതാ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ മനസ്സിലാകാൻ വേണ്ടി പറയുക: ഒരു ചെറിയ കുഞ്ഞ് വളരെ വൃത്തികെട്ട നിലയിലുള്ള ഒരു അഗാധമായ ചെളിക്കുഴിക്കകത്ത് നിന്ന് നയ്യം വിളിച്ച് നിലവിളിച്ച് കരയുന്ന ഒരു ചെറിയ കുഞ്ഞ് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ച, ഏറ്റവും നല്ല രീതിയിൽ മേത്തരമായ ഡ്രസ്സ് ധരിച്ച ഒരു മനുഷ്യൻ ആ ചെളിക്കകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് കരക്കകത്തോട്ട് നിർത്തി അവൻ്റെ ചെളി കഴുകിയിട്ട് വീട്ടിൽ പോകുന്നതല്ല കൃപ എന്ന് പറയുന്നത്. അവനെ അവൻ്റെ മകനാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു: അവന്റെ ചെളിയിൽ നിന്ന് എടുത്തേച്ച് റോഡിൽ നിർത്തിച്ച് മോനെ ഓക്കെ ബൈ ബൈ എന്ന് പറയുന്നതല്ല ദൈവകൃപ, നിന്നെ മകനാക്കി മാറ്റുന്നത് ദൈവകൃപ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അവണ്ണം തന്നെ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുക, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിപ്പിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ആർക്കാ കൃപയുള്ളത്? താഴ്മയുള്ളവർക്ക്. ആർക്കാ കൃപയുള്ളത്? വിനയമുള്ളവർക്ക്. ആർക്കാ കൃപയുള്ളത്? താഴ്മയുള്ളവർക്ക്. ഒന്ന് പറഞ്ഞേ: എൻ്റെ ജീവിതത്തിനകത്ത് ദൈവസന്നിധി താഴ്മയുള്ള എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു: ദൈവസന്നിധിയിൽ എന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ വെളിപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. അപ്പോൾ താഴ്മയോടെ ഇരുന്നാൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കും. താഴ്മയോടെ ദൈവസന്നിധിയിൽ വിനയത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ ഒരുപക്ഷെ നമുക്ക് താഴ്മ നന്നായി അഭിനയിക്കാൻ നമ്മെ പോലെ മിടുക്കന്മാർ ലോകത്തിൽ വേറെ എവിടെയുമില്ല. ഞാനടക്കമുള്ളവരെയാണ് ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത്. നമുക്ക് താഴ്മ കാണിക്കാൻ നന്നായിട്ട് അറിയാം. പാസ്റ്ററെ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ ഷെയ്ക്കൻഡ് തരുന്നത് മുതൽ നന്നായി അഭിനയിക്കാൻ, നമുക്ക് താഴ്മ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്നവരാ. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ അഭിനയമല്ല വേണ്ടത്. ദൈവസന്നിധിയിൽ താഴ്മ വീണ് കിടന്ന് നിലവിളിക്കുന്ന ഒരു ഭക്തനെയാ ദൈവത്തിന് ആവശ്യം. അവിടെയാണ് ദൈവത്തിന്റെ കൃപമേൽ കൃപ പ്രാപിച്ചിറങ്ങുന്നത്. മത്തായിയുടെ സുവിശേഷം 23:12 പറയുന്നു: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം
താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും. ദൈവസന്നിധിയിൽ ആരുടെയും വാക്ക് കേട്ട് താഴാൻ നിൽക്കണ്ട. ദൈവസന്നിധിയിൽ ആരും നിങ്ങളെ ഉയർത്താൻ നിൽക്കണ്ട. നിങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറാണോ, ദൈവം അവിടെ നിന്നെ ഉയർത്തും. ദൈവത്തിന്റെ സന്നിധി നീ താഴ്ത്തപ്പെടാൻ തയ്യാറാണെങ്കോ ദൈവം അവിടെ നിന്നെ എവിടെ നീ താഴ്ന്നു കൊടുക്കുന്നുവോ, എവിടെ നീ അമർച്ച ചെയ്യപ്പെടുന്നുവോ അവിടെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവകൃപയുടെ വശമായി ഇതെങ്കിൽ ഇന്ന് പകൽ കുടുംബങ്ങൾക്കകത്ത്, സഭയ്ക്കകത്ത്, ദേശത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ദിവസമായി ഇത് മാറട്ടെ. 1 പത്രോസ് 5-ാമത്തെ വാക്യം, അവണ്ണം തന്നെ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. അവിടെ നോക്കിക്കേ, താഴ്മ ഉള്ളിടത്ത് കൃപയുണ്ട്. ദൈവകൃപയുള്ളിടത്ത് തമ്മിൽ തമ്മിൽ കീഴടക്കമുണ്ട്. ദൈവകൃപയുള്ളിടത്ത് തമ്മിൽ തമ്മിൽ താഴ്മയുണ്ടാകും. ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവകൃപയുള്ളിടത്ത് താഴ്മയുണ്ടാകും. ദൈവകൃപയുള്ളിടത്ത് തമ്മിൽ തമ്മിൽ താഴ്മയുണ്ടാകും. ദൈവകൃപയുള്ളിടത്ത് കീഴടങ്ങിയിരിക്കും. ഇന്ന് പകല് സഭയ്ക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങിയാൽ അവിടെ ഞാനാണെന്നുള്ള ഭാവങ്ങൾ ഉണ്ടാകത്തില്ല. അവിടെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങിനടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ള ചിന്തയിലേക്ക് അത് മാറ്റം ചെയ്യപ്പെടും. ഇന്ന് പകൽ അങ്ങനെ ഒരു ആത്മ സാന്നിധ്യം സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവകൃപയുള്ളിടത്ത് താഴ്മയുണ്ടാകും. ദൈവകൃപയുള്ളിടത്ത് തമ്മിൽ തമ്മിൽ താഴ്മയുണ്ടായിരിക്കും. ദൈവകൃപയുള്ളിടത്ത് അവിടെ കീഴടങ്ങലുണ്ടായിരിക്കും. അവിടെ കീഴ്പ്പെടുത്തലല്ല ഉണ്ടാകേണ്ടത്, ദൈവസന്നിധിയിലുള്ള കീഴ്പ്പെടൽ, നെടുമ്പാട വീടൽ, അവിടെ ഒരു താഴ്മയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മ നിറവിൽ കുടുംബങ്ങൾക്കകത്തേക്ക് കൈമാറുകയാ. ദൈവത്തിന്റെ ഒരു കൃപ, ദൈവത്തിന്റെ ഒരു താഴ്മ കുടുംബങ്ങൾക്കകത്ത്, സമൂഹത്തിനകത്ത്, ദേശത്തിനകത്ത് ദൈവകൃപയെ സംഭവിക്കുന്ന ഒരു വർഷമായി ഇത് മാറട്ടെ. അവിടെ പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. എല്ലാ ചതിവും, എല്ലാ വ്യാജഭാവവും, എല്ലാ ചിന്തകളും, നിരൂപണങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നിഗളത്തിൻ്റെ സകല ഭാവങ്ങളും ഇന്ന് പകലിൽ മഹനീയം ടെൽഫോർഡ് സഭയുടെ കുടുംബങ്ങൾക്കകത്തുനിന്ന് ഇന്ന് പകലിൽ വിട്ടു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ നിങ്ങളുടെ കരങ്ങളെയൊക്കെ തട്ടിന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് പകലിൽ നിഗളത്തിൻ്റെ ഒരു ഭാവം എന്നിൻ്റെ അകത്തുണ്ടെങ്കിൽ, എൻ്റെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, എൻ്റെ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തിൽ ആ നിഗളത്തിൻ്റെ ഭാവങ്ങൾ എന്നിൽ നിന്നും വിട്ടുമാറി താഴ്മയുടെ ഭാവം എൻ്റെ ഹൃദയത്തിനകത്ത് വരട്ടെ. താഴ്മയുള്ളവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് ആ ദൈവത്തിന്റെ കൃപ. സംഖ്യാപുസ്തകം 12:3 മോശ എന്നൊരു പുരുഷനെ പറ്റി പറയുന്നുണ്ട്. ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അതിസൗമ്യൻ, സൗമ്യൻ എന്നല്ല പറഞ്ഞത്, അതിസൗമ്യത ഉള്ള ഒരു മനുഷ്യൻ. നോക്കിക്കേ, മോശയെന്ന് ചിന്തിച്ചു. അത് പറയാൻ കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, 12:1 പറയുന്നുണ്ട്, സ്വന്തം രക്തത്തിലും സ്വന്തം കുടുംബത്തിനകത്തും സ്വന്തം സഹോദരനും സഹോദരിയും മോശയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റതിൻ്റെ ഒറ്റ റീസൺ, മോശയുടെ കുടുംബ പശ്ചാത്തലത്തിൽ അത്ര സുഖമില്ലായിരുന്നു. ഇപ്പോൾ കുടുംബത്തിനകത്ത് സംസാരിച്ച് അത് അവിടം കൊണ്ട് തീർക്കേണ്ടതിന് പകരം ഇപ്പോൾ അത് എവിടെ വന്നു? ഇസ്രായേൽ ജനത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിലോട്ട് വന്നേക്കുക. മോശയാര ഒരു പ്രവാചകനാണ്. മോശയാര നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നല്ലൊരു ലീഡറാണ്. മോശയാര നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു പാസ്റ്ററാണ്. ആ പാസ്റ്ററുടെ കുടുംബത്തിനകത്തൊരു വിഷയം ഇപ്പോൾ സംസാരിച്ച് അവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതിന് പകരം അത് സംസാരിച്ച് ജനസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുക. ഒരു കാര്യം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഈ സംസാരങ്ങൾ അവിടെ നിർത്തിയിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ദൈവ പ്രവൃത്തിയ അവിടെയാ വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ കൃപ അവിടെയാ വെളിപ്പെടുന്നത്. സംസാരങ്ങൾ നിർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവകൃപ വ്യാപരിക്കപ്പെടുന്നത്. മോശയ്ക്ക് വിരോധമായിട്ട്
സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരനും സഹോദരിയും സംസാരിക്കുകയാ. പക്ഷെ മോശ തൻ്റെ ഒരു കാര്യവും അവിടെ ചെന്ന് ഞാൻ അങ്ങനെയല്ല ചെയ്തത്, ഞാൻ ഇങ്ങനെയായിരുന്നു ചിന്തിച്ചത് എന്നൊന്നും പറയാൻ മോശ നിന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ വാട്സപ്പിൽ 2 പ്രാവശ്യം മെസ്സേജ് അയച്ചിരിക്കും, പറ്റാവുന്ന സകല എണ്ണത്തെയും വിളിക്കും, പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കും. പക്ഷെ ദൈവഭക്തനായ മോശ ചെയ്തത് ദൈവത്തോട് പറയേണ്ടത് ദൈവത്തോട് പറഞ്ഞു. അവർ എന്തു വേണേലും കാണിച്ചോട്ടെ. പക്ഷെ ദൈവകൃപ പ്രാപിച്ച മോശ ദൈവത്തോട് പറയാൻ സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നിന്ന് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ആരോടൊക്കെയോ കൈമാറുകയാ. നിനക്കെതിരെ പ്രവർത്തിക്കുന്നതിനെ നോക്കിയിട്ട്, നിനക്കെതിരെ സംസാരിക്കുന്നത് നോക്കിയിട്ട്, നിന്റെ ജോലി മേഖലകളാകട്ടെ, നിന്റെ കുടുംബജീവിതത്തെ നോക്കിയിട്ടാകട്ടെ, ആരും എന്നും പറഞ്ഞോട്ടെ, ഇന്ന് പകലിൽ നീ പറ, ദൈവത്തോട് പറ, നിനക്ക് വേണ്ടി കൃപയുടെ ഒരു പെട്ടകം ഇറങ്ങി വരുന്നത് പകലായി ഇത് മാറട്ടെ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ ശുശ്രൂഷയ്ക്കാക്കി വെക്കപ്പെട്ട മോശയ്ക്കെതിരെ ജനം എഴുന്നേൽക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തെയും ദൈവസഭയ്ക്കെതിരെയും സംസാരിക്കുവാൻ സ്വന്തം സഹോദരങ്ങൾ എഴുന്നേറ്റപ്പോൾ മോശയോട് ഭാഗം സംസാരിക്കുവാൻ അവിടെ ഒരു മനുഷ്യനും എഴുന്നേറ്റില്ല. പക്ഷെ സ്വർഗം അവന് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ, താഴ്മയുള്ളവർക്ക് വേണ്ടി ദൈവം സ്വർഗം തുറന്ന് ഇറങ്ങി വരുമെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവസന്നിധി താഴ്മയോടെ ആയിരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയ സ്വർഗം ഇറങ്ങി വരുന്നത്. എല്ലാ പിതൃപിതപ്പിന്റെ വാദങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അവിടെ നിന്ന് അവർ പറയുന്ന ഒരു പദമുണ്ട്, യഹോവ മോശ മുഖാന്തരം. നീ മുഖാന്തരം മാത്രമാണോ ഞങ്ങൾ ഇവിടെ ദൈവം സംസാരിക്കുന്നത്? നിന്നിലൂടെ മാത്രമാണോ ദൈവം പ്രവർത്തിക്കുന്നത്? ഞങ്ങളിലൂടെയും ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്, ഞങ്ങളിലൂടെയും ദൈവം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നം. ആദ്യം എവിടെയായിരുന്നു പ്രശ്നം? കേട്ടില്ല? ആദ്യം പ്രശ്നം എവിടെയായിരുന്നു? മോശയുടെ ഭാര്യയുടെ പേര് പറഞ്ഞായിരുന്നു. ഇപ്പൊ പ്രശ്നം എവിടെയാ? ദൈവ പ്രവർത്തിക്ക് വിരോധമായിട്ടാ, ദൈവം തെരഞ്ഞെടുത്തതിന് വിരോധമായിട്ടാ. ഇന്ന് പകലിൽ ആദ്യം പ്രശ്നമുണ്ടാകുന്നത് കുടുംബത്തിനകത്താണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ പറയണം, ആ പ്രശ്നത്തെ നോക്കി പറയണം, ദൈവത്തിന്റെ കൃപ ഇറങ്ങി ഇന്ന് പകലിൽ ദൈവ പ്രവർത്തിക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ വാക്കുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കുടുംബത്തിനകത്ത് വിഷയം എടുത്തുകൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിനും ദൈവസഭയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ പറയുന്നു, മോശേ നീ മുഖാന്തരം മാത്രമല്ല ദൈവം അരുളി ചെയ്യുന്നത്, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞ് മോശയ്ക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ അടങ്ങിയിരുന്നില്ല. സൗമ്യനായ അതിസൗമ്യനായ മോശയ്ക്ക് വേണ്ടി ദൈവം കൃപമേൽ കൃപ ചൊരിഞ്ഞ് അവന് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ പറയണം, എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പകലായി ഇതെന്ന് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. താഴ്മയുള്ളവർക്ക് വേണ്ടി വെളിപ്പെടുന്നതാ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. താഴ്മ ധരിക്കുമ്പോൾ അവിടെ ദൈവകൃപ ഇറങ്ങിയിരിക്കും. യിരെമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം 2-ാമത്തെ വാക്യം, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി, ഞാൻ ഇസ്രായേലിന് വിശ്രമം വരുത്തുവാൻ പോകുന്നു. ജെറമ്യ 31:2, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി, മരുഭൂമിയിൽ കൃപ കണ്ടെത്തി, മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഒരു സാധ്യതയുമില്ല, ഒരു സാധ്യതകളുമില്ല. എപ്പം നോക്കിയാലും ചൂട് കാറ്റുകൾ, എപ്പം നോക്കിയാലും വരണ്ട അവസ്ഥകളാണ്. എത്രയൊക്കെ ഉണ്ടായാലും അവിടെയൊക്കെ വരണ്ട അവസ്ഥയാണ്. ജോലിക്ക് മുഴുവൻ സമയവും 5 ദിവസവും ജോലിക്ക് പോകുന്നു, 31 ദിവസവും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി വരണ്ട അനുഭവങ്ങൾ, മരുഭൂമിയുടെ അനുഭവങ്ങൾ, എത്ര ലഭിച്ചാലും തികയാത്ത അനുഭവങ്ങൾ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ആ വരണ്ട കാലാവസ്ഥക്കകത്ത് കൃപ ഇന്ന് പകൽ കണ്ടെത്തുന്ന ഒരു ദിവസമായി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. ചില ജീവിതങ്ങൾക്കകത്ത് യേശുവിന്റെ നാമത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആ ഞെരുക്കത്തിന്റെ മരുഭൂമിയുടെ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ വിട്ടു മാറട്ടെ. ദൈവജന കൃപ കണ്ടെത്തുന്നത് പകലായി മാറട്ടെ. മരുഭൂമിയിൽ ഒരിക്കൽ പോലും നല്ലൊരു പച്ചപ്പുണ്ടാകത്തില്ല. പകരം അവിടെ എപ്പോഴും വരണ്ടുണങ്ങിയ അവസ്ഥയായിരിക്കും. മരുഭൂമിയിൽ ഒരിക്കൽ പോലും നല്ലൊരു വർധനവുണ്ടാകുമെന്ന് വിശ്വസിക്കരുത്. മരുഭൂമിയിൽ ഒരിക്കലും ഒരു പ്രത്യാശയും വരുമെന്ന് ലോകം പറയത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, മരുഭൂമിയിൽ ശേഷിച്ച ജനം ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തി. മരുഭൂമിയിൽ ശേഷിച്ച ജനം
ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തി. ഇന്ന് പകലിൽ മരുഭൂമിയുടെ ഏത് അനുഭവമാനത്തിലൂടെയാണ് നീ ഇരിക്കുന്നതെങ്കിലും, മരുഭൂമിയുടെ ഏത് കാലാവസ്ഥയുടെ അനുഗ്രഹത്തിനകത്താണെങ്കിലും നീ ഇരിക്കുന്നതെങ്കിലും, ഇന്ന് പകലിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്ത, നിന്നെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്. ദൈവം തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ആ മരുഭൂമിക്കകത്ത് പച്ചപ്പ് നൽകുന്ന, ആ മരുഭൂമിക്കകത്ത് സമൃദ്ധി നൽകുന്ന, ആ മരുഭൂമിക്കകത്ത് വാഗ്ദത്തങ്ങളെ തുറക്കുന്ന, ആ മരുഭൂമിക്കകത്ത് അസാധ്യങ്ങളെ തുറക്കുന്ന, ആ മരുഭൂമിക്കകത്ത് വാഗ്ദത്തങ്ങളുടെ ഒരു കളമ നിനക്ക് വേണ്ടി തന്ന് പച്ചയോ പുഴയോ പുൽപ്പുറങ്ങളിലോ നടത്തുന്ന ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ മഹനീയം ടെൽഫോർഡ് സഭയ്ക്കകത്തേക്ക് യേശുവിന്റെ നാമത്തിൽ കൈമാറുകയാണ്. ഒരുപക്ഷേ നല്ലൊരു ഭാവിക്ക് വേണ്ടിയായിരിക്കും UK വന്നത്, ഒരുപക്ഷെ തലമുറകളുടെ ഭാവിക്ക് വേണ്ടിയാണ് UK വന്നത്. പക്ഷെ അതിൻ്റെ മേത്തരമായ അനുഭവത്തിലേക്ക് പോകാതെ നിങ്ങളെ പഠിപ്പിച്ച് കളയുന്നുണ്ടെങ്കിൽ, ആ ഒരു അനുഭവത്തിനകത്തേക്ക് വരാതെ ഒരു മരുഭൂമിയുടെ അനുഭവമാണെങ്കിൽ, ഇന്ന് ഈ മെസ്സേജ് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുമ്പോൾ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ മരുഭൂമിയുടെ അവസ്ഥകളെ മാറ്റി ശൂന്യതകളെ പണിത് അവിടെ പച്ചപ്പുൽ നൽകി ദേശത്ത് നിന്നെ മാനിച്ചു നിർത്തുന്ന ഒരു കർത്താവിൻ്റെ കല നിനക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് കൃപ എന്ന് പറയുന്നത്. ഈ 2025 പ്രാരംഭ ദിവസത്തിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ കൈമാറുന്നു. വരണ്ട അവസ്ഥകൾ മാറട്ടെ, എല്ലാ ശൂന്യതകളും മാറട്ടെ. അവിടെ നിനക്ക് വിശ്രമം നൽകുന്ന ദിവസമായി ഇത് ദൈവത്തിന്റെ പകലായി മാറട്ടെ. താഴ്മ ധരിച്ച് ദൈവകൃപ അനുഭവിച്ച നിന്നെ മരുഭൂമിക്കകത്ത് കൊണ്ടിട്ടാലും, അവിടെ നിന്നെ നിർജ്ജന പ്രദേശത്ത് കൊണ്ടുവന്നിട്ടാലും അവിടെ നീ നിർഭയമായി വസിക്കും. കാരണം ദൈവത്തിന്റെ കൃപയാ നിന്നെ തെരഞ്ഞെടുത്തത്, ദൈവത്തിന്റെ കൃപയാ നിന്നെ വിളിച്ച് വേർതിരിച്ചത്, ദൈവത്തിന്റെ കൃപയാ നിന്നെ അവിടെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാക്കയെ കൊണ്ട് ആഹാരം കഴിക്കേണ്ടി വന്നാലും, കരീത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോയാലും, സാരഫാത്തിൽ ഒരു വിധവയെ കൊണ്ട് നിന്നെ പോഷിപ്പിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുഭൂമിയുടെ അനുഭവമായിക്കോട്ടെ, അതിനകത്തും ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് പകലായി ഇത് മാറട്ടെ. നമ്മൾ കണ്ടു, താഴ്മയുള്ളവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നതാ ദൈവത്തിൻ്റെ കൃപ. പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്നതാ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. മൂന്നാമത്, ലൂക്കോസിന്റെ സുവിശേഷം 1:30 ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അസാധ്യമെന്ന് തോന്നിക്കുന്നതിനെ മാറ്റിമറിക്കുന്നതാ ദൈവകൃപ. ഒരിക്കൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ലോകം നിന്നെ നോക്കി പറഞ്ഞേക്കാം ഇത് സംഭവിക്കത്തില്ല അച്ചാന്ന്. ഇതോടെ നിന്റെ കാലാവധി UK ജീവിതം കഴിഞ്ഞുവെന്ന് നിന്നെ നോക്കി പലരും വിധി പറഞ്ഞേക്കാം. ആത്മാവിൽ ഞാൻ ഇന്ന് പകൽ ദൂത് കൈമാറുകയാ. അച്ഛാ, നിന്നെ വിളിച്ച് വേറെ കർത്താവാണെങ്കിൽ അസാധ്യമെന്ന് ലോകം പറഞ്ഞാലും, ഏത് യൂണിവേഴ്സിറ്റി നിന്നെ നോക്കി പറഞ്ഞാലും, ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ കൈമാറുകയാ. അസാധ്യമാണെന്ന് പറഞ്ഞിടത്ത് ദൈവത്തിന്റെ കൃപ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ സാധ്യമാക്കുന്നതിൽ പകലായത്. ലോക ചരിത്രത്തിനകത്ത് പുരുഷനെ അറിയാതെ ഒരു ജനനം ഇതുവരെയും നടന്നിട്ടില്ല. പക്ഷേ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ദൈവിക ദൂത് മറിയയുടെ ഹൃദയത്തിനകത്തേക്ക് ലഭിച്ചപ്പോൾ അതുവരെയും ലോകത്തിന്റെ സയൻസിനെ മാറ്റിമറിച്ചിട്ട് അവിടെ ഒരു ദൈവപ്രവൃത്തി മറിയയുടെ ഉദരത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവപ്രവൃത്തി, ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ നീ തയ്യാറാണെങ്കിൽ അസാധ്യമെന്ന് പറഞ്ഞിടത്ത് ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ ഉദരത്തിനകത്ത് ജനിച്ചു വരും. ഞാൻ ഇങ്ങനെ ഒരു സെന്റൻസ് പറയാൻ ആഗ്രഹിക്കുന്നു, ലോകത്തിന്റെ സയൻസിന്റെ വായ അടപ്പിച്ച്, ലോകത്തിന്റെ ബുദ്ധിയുടെ വായ അടപ്പിച്ച് കൃപ ലഭിച്ചവളുടെ ഉദരത്തിനകത്തുനിന്ന് വാഗ്ദത്ത സന്തതിയെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് പകലിൽ ലോകത്തിന്റെ വായ അടപ്പിച്ചിട്ട്, ലോകത്തിന്റെ സയൻസിന്റെ വായ അടപ്പിച്ചിട്ട് വാഗ്ദത്ത സന്തതികൾ ഇന്ന് പകലിൽ സഭയ്ക്കകത്ത് എഴുന്നേൽക്കുന്ന ഒരു പകലായി ഇത് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ പ്രാപിച്ച ഒരു ജനം ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങുന്ന ഒരു പകലായി ഇത് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ലോകത്തിന്റെ സയൻസിന്റെ വായ അടപ്പിച്ചിട്ട്, ലോകത്തിന്റെ ബുദ്ധിയുടെ വായ അടപ്പിച്ചിട്ട് കൃപ ലഭിച്ചവളുടെ ഉദരത്തിനകത്ത് വാഗ്ദത്ത സന്തതിയെ കർത്താവ് ഉരുവാക്കിയിട്ട് ലോകത്തിൽ ജനിക്കാനിരിക്കുന്ന സകല എണ്ണത്തിന്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന ഒരു കുഞ്ഞാടിനെ പുറത്തു കൊണ്ടുവരുവാൻ കാണിച്ച സ്നേഹത്തിന്റെ ബല ദൈവകൃപ എന്ന് പറയുന്നത്. ലോകത്തിൽ അസാധ്യമെന്ന് പറയുന്നിടത്ത് വെളിപ്പെടുന്നത് ദൈവകൃപ എന്ന് പറയുന്നത്.
1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭത്തെ അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭത്തെ അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭത്തെ അടച്ചിരുന്നു. കൃത്യമായിട്ട് ഉപവസിക്കുന്ന. എന്താ പാസ്റ്റർ അങ്ങനെ പറയാൻ കാരണം? അവിടെ എല്ലാ ആണ്ടുതോറും എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് വ്യക്തമായി ഞാൻ പറയുന്നു. കൃത്യമായി ഉപവസിക്കുന്ന, കൃത്യമായി ആരാധിക്കുന്ന, കൃത്യമായി പ്രാർത്ഥിക്കുന്ന, കൃത്യമായി ദേവാലയത്തിൽ സമയത്തിന് പോകുന്ന, കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്ന ഹന്നയുടെ ഗർഭത്തെയാ കർത്താവ് അടച്ചത്. ചോദ്യം, ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ ഗർഭത്തെ എന്തിനാ കർത്താവെ നീ അടച്ചത്? ഞാൻ ഇന്നലെ എൻ്റെ പ്രാർത്ഥന മുറിക്കകത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. ഇത്രയൊക്കെ ആരാധിക്കുന്ന എന്തിനാ ഹന്നയ്ക്ക് ഇത്രയൊക്കെ വേദന കുടുംബത്തിനകത്ത് കൊടുത്തത്? ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഹന്നയെ നിൻ്റെ ഗർഭത്തെ എന്തിനു വേണ്ടി കർത്താവ് അടച്ചത്? ഒന്ന്, എനിക്ക് അതിൽ നിന്ന് മനസ്സിലായുള്ളൂ, ഒരു ദൈവത്തിൻ്റെ പ്രഭുവിനെ ജനിപ്പിക്കണമെങ്കിൽ ചിലത് അടങ്ങിയിരിക്കണം. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മൂല്യമേറിയ ഒന്ന് പുറത്തു വരണമെങ്കിൽ ചില ദിവസങ്ങൾ അടഞ്ഞിരുന്നേ പറ്റുള്ളൂ. വാഗ്ദത്ത സന്തതി ജനിക്കണമോ, കുറച്ച് ദിവസങ്ങൾ നീ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. വാഗ്ദത്ത സന്തതികൾ കുടുംബത്തിനകത്ത് ജനിക്കണമോ, ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ കുടുംബത്തിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നോക്കിയിട്ട് എൻ്റെ കുഞ്ഞ് പറയട്ടെ, എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്ന അപ്പനായിരുന്നു, എൻ്റെ അമ്മ ആരാധിക്കുന്നവളായിരുന്നു, എൻ്റെ അമ്മയും അപ്പനും ദൈവത്തെ സേവിക്കുന്നവളായിരുന്നു. അതുകൊണ്ട് ഞാനും ദൈവത്തെ സേവിക്കുന്ന ഒരു മകനാണെന്ന് പറയത്തക്ക നിലവാരത്തിൽ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്ന ഒരു ദിവസമായി ഇത് മാറട്ടെ. എല്ലാ വർഷവും മുടങ്ങാതെ ആലയത്തിൽ പോകുന്ന ഹന്ന കുടുംബമായിട്ട് അതുവരെയില്ലാത്തൊരു പ്രാർത്ഥന ആലയത്തിനകത്ത്, അതുവരെയില്ലാത്ത ഒരു ആത്മഭാരത്തോടെ തലമുറയുടെ വിഷയത്തിന് വേണ്ടി മുട്ടുമടക്കി ആലയത്തിനകത്ത് പ്രാർത്ഥിക്കുക. ഈ 2025 പ്രാരംഭ ദിനത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിൽ മാതാപിതാക്കളിലേക്ക് ദൂത് കൈമാറുക. പാസ്റ്റർ, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകുമെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ കൈമാറുന്നു. നിങ്ങൾ ദൈവസന്നിധിയിൽ ഹന്നയെ പോലെ മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നിൻ്റെ തലമുറയുടെ മേൽ വീണിരിക്കും. ദൈവത്തിൻ്റെ കരം നിൻ്റെ തലമുറയുടെ മേൽ ചലിച്ചിരിക്കും. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ വഴി പോകുന്നവനല്ല, അത് നിവർത്തിച്ചു തരുവാൻ വിശ്വസ്തനായ ദൈവമാണെങ്കിൽ ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തെ ദൈവം നിങ്ങൾക്ക് തന്ന മക്കളുടെ അടുത്തുണ്ടെങ്കിൽ അവരുടെ കരത്തിലോട്ട് വിളിച്ചിട്ട് പറ, ഇന്ന് പകലിൽ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായത്, ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കട്ടെ. അവർ ദൈവത്തെ സേവിക്കുന്നവരായി മാറട്ടെ. ദാൻ മുതൽ ബേർശേബ വരെ ഒരു സന്തതിയുടെ പേര് ചലിക്കത്തക്ക നിലവാരത്തിൽ ദൈവപ്രവൃത്തി, ദൈവത്തിന്റെ കൃപ ഹന്നയ്ക്ക് വേണ്ടി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ചില ഹന്നമാരുടെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാസ്റ്റർ ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്ന്, എങ്ങനെ ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല പാസ്റ്റർ, വളരെ വേദനയോടെ ഞാൻ ആയിരിക്കുന്നത് എന്നൊക്കെ പല സമയങ്ങളിൽ എന്നോട് ഈ സഭയിലുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് പറയാം, നിങ്ങളുടെ കരത്തിലേക്ക്, നിങ്ങളുടെ ഉദരത്തിൽ ആ കുഞ്ഞിന് ഉരുവാക്കുന്നതിന് മുമ്പേ നിങ്ങളെ ആ കുഞ്ഞിനെ വളർത്തേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ച് തന്നിട്ട, നിങ്ങളുടെ തലമണ്ടയ്ക്കകത്തേക്ക് തന്നിട്ട നിങ്ങളുടെ ഉദരത്തിൽ ആ കുഞ്ഞിനെ ഉരുവാക്കിയിട്ടുള്ളത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉദരത്തിനകത്ത് ഉരുവാകുന്ന കുഞ്ഞിനെ പറ്റിയുള്ള ദൈവിക പദ്ധതി എൻ്റെ തലയ്ക്കകത്തോട്ട് തന്നിട്ട എൻ്റെ അകത്ത് എനിക്ക് ഒരു കുഞ്ഞിനെ തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ കൈമാറുകയാണ്. ഈ സഭയ്ക്കകത്തിരിക്കുന്ന തലമുറകൾ ഏകദേശം 35-40ഓളം കുഞ്ഞുങ്ങൾ നമ്മുടെ സൺഡേ സ്കൂളിനുണ്ട്. ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ആത്മാവിൽ വിളിച്ചു പറ, എൻ്റെ തലമുറ ദേശത്ത് പാർത്ത് വിശ്വസ്തതയായിരിക്കട്ടെ. മറ്റൊന്നും നേടിയില്ലെങ്കിലും, മറ്റൊന്നും അവർക്ക് ലഭിച്ചില്ലെങ്കിലും, മറ്റൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും, മറ്റൊന്നും ഈ ലോകത്തിലെ ഒരു സാധനവും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അവർ നിത്യതയ്ക്ക് വേണ്ടി ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ നിൽക്കുന്ന ഒരു തലമുറ, ദൈവകൃപ പ്രാപിച്ചൊരു തലമുറ, ദൈവകൃപ അനുഭവിക്കുന്ന ഒരു കുടുംബം, അവർ ദേശത്ത് വിശ്വസ്തയാചരിക്കട്ടെ. ഹന്ന ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവളുടെ പ്രാർത്ഥന
മനുഷ്യൻ്റെ മുമ്പിലല്ലായിരുന്നു. അവളുടെ പ്രാർത്ഥന ഒരു പാസ്റ്ററോടല്ലായിരുന്നു, അവളുടെ പ്രാർത്ഥന ദൈവത്തോടായിരുന്നു. ഇന്ന് പകലിൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ പാസ്റ്റർ ഇല്ലെങ്കിലും, നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ വിശ്വാസി ഇല്ലെങ്കിലും, നിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം കേൾക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനില്ലെങ്കിലും, എൻ്റെ മോനെ എന്തോ വിശേഷമുണ്ട് എന്ന് പാസ്റ്റർ നിന്നെ വിളിച്ച് ചോദിച്ചില്ലെങ്കിലും പറയേണ്ട ദൈവത്തോട് നീ പറയുകയാണെങ്കിൽ അവിടെ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കൃപ. ലോകത്തിൽ ഒരു മനുഷ്യൻ നിന്നെ വിളിച്ചില്ലായിരിക്കാം, ഒരു മനുഷ്യൻ നിന്റെ പ്രശ്നത്തിനകത്ത് ഇടപെട്ടിട്ടില്ലായിരിക്കാം, ലോകത്തിൽ ഒരു ആൾ പോലും നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപയാൽ ഒരു വിരൽ പോലും അനക്കിയില്ലെങ്കിലും ഇന്ന് പകൽ കൃപ ലഭിച്ച നീ പറയണം, എനിക്ക് വേണ്ടി ലോകത്തിൽ ഒരു കൃപയും വേണ്ട, ലോകത്തിൻ്റെ ഒരു പ്രവൃത്തിയും വേണ്ട, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. അവൻ്റെ കൃപ എൻ്റെ മേലുള്ളതുകൊണ്ട് ഏത് മരുഭൂമിയുടെ അനുഭവമായിക്കോട്ടെ അതിനകത്ത് ഞാൻ വിശ്രാമം പ്രാപിച്ചിരിക്കും. ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച ഒരമ്മ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിയുമ്പോൾ പിന്നെ അവളുടെ മുഖം വാടിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവകൃപ പ്രാപിച്ച നീ ആരാധന വിട്ട് മടങ്ങുമ്പോൾ നിന്റെ മുഖം വാടിയിട്ടല്ല പോകേണ്ടത്. നിന്റെ മുഖത്ത് ദൈവിക തേജസ് അനുഭവിക്കണം. നിന്റെ മുഖം ക്ഷീണിച്ചിരുന്നിട്ടല്ല പോകേണ്ടത്, അതിൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ തേജസ് വ്യാപരിക്കണം. ഈ ആലയം വിട്ട് നീ മടങ്ങുമ്പോൾ നിന്നെ കാണുമ്പോൾ ദൈവത്തിൽ നിന്ന് എന്തോ പ്രാപിച്ചിട്ടാ. മോശ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ ത്വക്ക് തിളങ്ങിയെങ്കിൽ ഇന്ന് പകൽ ഈ ആരാധന വിട്ട് ഇറങ്ങുമ്പോൾ നിന്നെ നോക്കി നിന്റെ വായിൽ നിന്ന് പറയേണ്ടത് കൃപയുടെ വാക്കുകളായി മാറട്ടെ. നിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടത് ദൈവത്തിന്റെ ശബ്ദമായി മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്ന ദിവസമായി ഇത് മാറട്ടെ. നിങ്ങളുടെ അടുത്തുള്ള തലമുറകളെ നോക്കി നിങ്ങൾ പറ, ആത്മാവിൽ നിങ്ങൾ പറ, എൻ്റെ കുഞ്ഞ് ശമൂവേലിനെ പോലെ ദൈവകൃപ നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി ഇത് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരമത്തിലേക്ക് പിടിച്ചു പറ, ഇന്ന് പകൽ ആത്മാവിൽ നിന്ന് പ്രഖ്യാപിക്കും. നിങ്ങളുടെ നാവിൽ തന്നിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ അതിനെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്കെതിരെ വ്യാപരിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ദൈവകൃപ ഇറങ്ങിയിടത്തൊക്കെയും അസാധ്യങ്ങൾ സാധ്യമായിട്ടുണ്ടെങ്കിൽ, ദൈവകൃപ ഇറങ്ങിയിടത്തൊക്കെയും അവിടെ ചലിക്കാത്തതിനെ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവകൃപ ഇറങ്ങിയിടത്തൊക്കെയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകൾ തൊട്ട് ഇന്ന് പകൽ പറ, ദൈവത്തിന്റെ കൃപ എൻ്റെ കുഞ്ഞിന്റെ മേൽ വ്യാപരിക്കട്ടെ. ശമൂവേലിനെ പോലെ ദൈവത്തിന്റെ നാമത്തിൽ അവൻ പ്രസിദ്ധനായി മാറട്ടെ. ദൈവകൃപ ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലർ 4:33 അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. എല്ലാവർക്കും ധാരാളം കൃപ. ഈ ധാരാളം കൃപ ലഭിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ പത്രോസും യോഹന്നാനൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇവിടെ മേൽ സംസാരിക്കരുത്, ഇവിടെ യേശുവിൻ്റെ നാമം ചൊല്ലി ഒന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവരെ താക്കീത് ചെയ്ത് അവരെ അവിടെ നിന്ന് ജനം കാരണം അവരെ ഉപദ്രവിക്കുവാൻ കഴിയാതെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുമ്പോൾ ഇതൊക്കെ ദൈവപ്രവൃത്തി നടന്നതൊക്കെ വന്ന് ടെൽഫോർഡ് സഭയ്ക്കകത്ത് വന്ന് ഒരു അഭിഷിക്തൻ വന്ന് പറയുമ്പോൾ അവ സഭ ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഇരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി സഭ ഒരുമിച്ച് നിൽക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയിരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി സഭ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപയും ഇറങ്ങിയിരിക്കും. കൃപയും പരിശുദ്ധാത്മാവും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവകൃപ അവിടെ വ്യാപരിച്ചിരിക്കും. ഇന്ന് പകൽ മഹനീയം ടെൽഫോർഡ് സഭയ്ക്കകത്ത് കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ കര ഇന്ന് പകലും ഇതിനകത്ത് വ്യാപരിക്കട്ടെ. അവർ ഒരുമിച്ച് ദൈവത്തോട് നിലവിളിച്ചു. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവർ ദൈവകൃപ ലഭിച്ചു. അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ അകത്ത് നിൽക്കാൻ തയ്യാറാണോ അവിടേക്ക് ദൈവകൃപ വ്യാപരിച്ചിരിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ആ പദം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ വന്ന് ദൈവാത്മ നിറവിൽ ആരാധിക്കുന്നിടത്ത ദൈവത്തിൻ്റെ കൃപ
ഇറങ്ങുന്നത്. ആത്മാവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയാണ് ദൈവകൃപ വ്യാപരിക്കുന്നത്. ആത്മസാന്നിധ്യത്തിന് വേണ്ടി ആരാണോ നിയോഗിക്കപ്പെടുന്നത്, ആരാണോ നയിക്കപ്പെടുന്നത്, അവരുടെ മേലെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ദൈവകൃപ പ്രാപിച്ചാലുള്ള പ്രത്യേകത എന്താ പാസ്റ്ററെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ 32-ാമത്തെ വാക്യം, വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു, തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. എന്താണ് ദൈവകൃപ നിന്റെ അകത്ത് വന്നാൽ സംഭവിക്കുന്നത്? ഒന്ന്, ദൈവകൃപ പ്രാപിച്ച കൂട്ടം ഏക ഹൃദയം ഉള്ളവരായിരിക്കും. ദൈവകൃപ പ്രാപിച്ച കൂട്ടം ഏക മനസ്സുള്ളവരായിരിക്കും. ദൈവകൃപ പ്രാപിച്ച ജനം അവർ സ്വന്തം എന്ന് ഒന്നും എൻ്റെ എല്ലാം എൻ്റെ എന്നും ആരും പറയത്തില്ല. എല്ലാം ദൈവത്തിൻ്റെയാ, എല്ലാം നമ്മുടേതാ. ദൈവകൃപ പ്രാപിച്ചെടുത്ത് ഏക ഹൃദയം ായിരിക്കും. ദൈവകൃപ പ്രാപിച്ചെടുത്ത് ഏക മനസ്സുണ്ടായിരിക്കും. എവിടെയെങ്കിലും ഇരു മനസ്സ് കുടുംബത്തിനകത്ത് വാഴുന്നുണ്ടെങ്കിൽ അവിടെ ദൈവകൃപ ഇല്ലെന്ന് ബൈബിൾ വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഇരു മനസ്സുള്ളവൻ തൻ്റെ വഴിയിലൊക്കെയും അസ്ഥിരനാണെങ്കിൽ ഇന്ന് പകലിൽ ഏകഭാവം വേണോ, ഏക മനസ്സ് വേണോ, ഏക ഹൃദയം വേണോ, അവിടെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരണമെന്ന് പല സന്ദർഭങ്ങളിലും പല കുടുംബങ്ങളിൽ സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങളാണ്. പാസ്റ്ററേ, മറ്റേ കുടുംബം ഡിവോഴ്സായി, മറ്റേ ഫാമിലി ഡിവോഴ്സായി, മറ്റവർ ഇങ്ങനെയായി, മറ്റവർ അങ്ങനെയായി. നമ്മുടെ കുടുംബങ്ങൾക്കകത്തൊന്നും അങ്ങനെയൊന്നും അധികം സംഭവിക്കുന്നില്ല. എന്താ കാരണം എന്ന് കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരൻ ചോദിച്ചപ്പോഴത്തേനും എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് തന്ന ചിന്ത പറയാം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കാര്യമുള്ളൂ, 2 പേർക്കകത്തും ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ട് മാത്രാച്ചാ. ദൈവത്തിൻ്റെ കൃപയുടെ സാന്നിധ്യം എന്ന് കുടുംബത്തിൻ്റെ അകത്തു നിന്ന് പോകുന്നു, പിന്നെ അവിടെ ഏക ഹൃദയം ഉണ്ടാകത്തില്ല, പിന്നെ അവിടെ ഏക മനസ്സുണ്ടാകത്തില്ല. ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറയണം, എൻ്റെ കുടുംബത്തിനകത്ത് ഏക മനസ്സുണ്ടാകട്ടെ, എൻ്റെ കുടുംബത്തിനകത്ത് ഏക ഹൃദയം ഉണ്ടാകട്ടെ. കുടുംബത്തിനകത്ത് ഏക മനസ്സും ഏക ഹൃദയമാണെങ്കിൽ സഭയ്ക്കകത്തും അത് വെളിപ്പെട്ട് വന്നിരിക്കും. ഒരിക്കൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കുടുംബത്തിനകത്ത് ഏക മനസ്സാണെങ്കിൽ, കുടുംബത്തിനകത്ത് ഏക ഹൃദയമാണെങ്കിൽ, കുടുംബത്തിനകത്ത് ഏകഭാവമാണെങ്കിൽ അത് സഭയ്ക്കകത്തും പ്രതിഫലിച്ചിരിക്കും. കാരണം സഭയുടെക്കകത്തും ഞാനും നിങ്ങളും ഒന്നായിരിക്കും. ക്രിസ്തു ശരീരത്തെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം, എന്നെ കരുതുന്ന ഒരു കർത്താവിൻ്റെ കരം, എനിക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മൾ കുടുംബമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളുടെ കരങ്ങളെ കോർത്ത് പിടിച്ചിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് തന്നിരിക്കുന്ന കൃപ എൻ്റെ കുടുംബത്തെ മേൽ ചലിക്കണം. അങ്ങ് തന്നിരിക്കുന്ന ഏക മനസ്സ് എൻ്റെ കുടുംബത്തിനകത്ത് ചലിക്കണം. 2025 പ്രാരംഭ നിമിഷത്തിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കുടുംബമായി നിങ്ങൾ കരങ്ങളെ കോർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ 2025 പ്രാരംഭ നിമിഷത്തിനകത്ത് ദൈവത്തിൻ്റെ കൃപ എന്നോട് ഇറങ്ങി വരണം. ഞാൻ എൻ്റെ കുടുംബം, അച്ഛനും അമ്മാമയും പാലക്ക വിരിഞ്ഞ പോലെ ഏതു വിഷയത്തിനും വേണ്ടി ഇരിക്കാനല്ല, തലമുറ പാലക്ക വിരിഞ്ഞതുപോലെ അപ്പനോടും അമ്മയോടും വിഘടിച്ച് നിൽക്കാനല്ല, അവർ തമ്മിൽ 4 പേരും ചേർന്ന് ഏക മനസ്സോടെ ഏകഭാവം കൊണ്ട് ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. അവിടെ ആ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് വിശ്രാമം ഉണ്ടാകുന്നതെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് പറ, കർത്താവേ, ഇന്ന് പകല് ദൈവത്തിന്റെ കൃപ എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ സഭയ്ക്കകത്ത്, എൻ്റെ ദേശത്തിന്റെ മേൽ വെളിപ്പെടുന്ന ദിവസമാക്കിയത് മാറ്റണമേ. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇന്ന് പകല് കർത്താവേ, എൻ്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ, ദൈവകൃപ ചലിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അസാധ്യങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി ഇറങ്ങുന്ന ഒരു കൃപയുടെ വർഷ എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ദേശത്തിന്റെ മേൽ, എൻ്റെ തലമുറകളുടെ മേൽ വെളിപ്പെടട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കരം ചേർത്ത് പിടിച്ചെന്ന് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങൾ കർത്താവിൽ പ്രസിദ്ധരായി മാറട്ടെ. ദാൻ മുതൽ ബേർശേബ വരെ ശമൂവേലിന്റെ പേര് പ്രസിദ്ധമാകത്തക്ക നിലവാരത്തിൽ ഒരു വാഗ്ദത്തം വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ തലമുറകൾ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുന്ന ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ രാജ്യത്ത് അവരെ കൊണ്ടുവന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ ഉന്നതമായ പദവികളിൽ അവർ ജോലി ചെയ്യത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കുടുംബങ്ങൾക്കകത്ത്, ദേശത്തിനകത്ത് വെളിപ്പെടുന്നതിന് പകലായി മാറട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പിശാചിന്റെ കയ്യിൽ ആയുധമായിട്ടല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വകയാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പിശാചിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, അവർ ദൈവനാമത്തിന് വേണ്ടി പെട്ടകം ചുമക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്നെങ്കിൽ വഷളത്തൊന്നും കാലഘട്ടത്തിനകത്താണെങ്കിലും അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന അഭിഷിക്ത കുഞ്ഞുങ്ങളായി അവർ മാറും.
നിങ്ങളുടെ നാവിൽ തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ശബ്ദമൊക്കെ ഉയർത്തി ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ കുഞ്ഞുങ്ങളുടെ മേൽ അസാമാന്യ ദൈവകൃപ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാ. ഇന്ന് പകലിൽ ചില ഗർഭങ്ങൾ തുറക്കപ്പെടട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് വരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ചില ദൈവിക പ്രവർത്തികൾ ചില ശരീരങ്ങളിൽ അനുഭവിച്ചറിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഏക മനസ്സ് ഏകഭാവം കൊണ്ട് അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയെങ്കിൽ, അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങിയെങ്കിൽ, ഇന്ന് പകൽ ഞങ്ങൾ കുടുംബമായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവ പ്രവർത്തികൾ ചലിക്കട്ടെ. ഇന്നലകളിൽ കാണാത്ത ചില ദൈവ പ്രവർത്തികൾ, ഇന്നലകളിൽ ചലിച്ചു കാണാത്ത, ഇന്നലകളിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ചില ദൈവ പ്രവർത്തികൾ തലമുറകൾക്കകത്തേക്ക് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാ. ദൈവ പ്രവർത്തിക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ചിന്തകളും, എല്ലാ നിഗളഭാവവും, എല്ലാ വ്യാജങ്ങളും യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്തുനിന്ന്, സഭയ്ക്കകത്തുനിന്ന് ഇന്ന് പകല് വിട്ടുമാറട്ടെ. ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ കരം ചലിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞങ്ങളുടെ സഭ തലമുറകൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയാ. ദേശത്ത് ശക്തമായ ദൈവ പ്രവർത്തിക്ക് വേണ്ടി നിൽക്കുന്ന അഭിഷിക്തരായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകല് ഒരു ദൈവ പ്രവർത്തി, ഒരു ദൈവകൃപ ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത്, സഭയ്ക്കകത്ത് ഇറങ്ങട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം ഞാൻ കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹന്നയുടെ മേൽ പകർന്ന ദൈവകൃപ, മറിയുടെ മേൽ പകർന്ന ദൈവകൃപ, മോശയുടെ മേൽ പകർന്ന ദൈവകൃപ ഞങ്ങളുടെ മേലൊന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൃപ വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപ വ്യാപരിക്കട്ടെ. ആമേ, ആ കൃപ ഞങ്ങളുടെ മേലൊന്ന് പകരണമേ. ദൈവകൃപ ഞങ്ങളുടെ മേലൊന്ന് പകരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ആ ദൈവകൃപ ഒന്ന് പകരണമേ. കർത്താവ്, ഞങ്ങളുടെ സന്താനങ്ങളുടെ മേൽ ദൈവകൃപയൊന്ന് പകരണമേ. കർത്താവിൻ്റെ ആ ദൈവകൃപ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വ്യാപരിക്കണമേ. ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കണമേ. ഈ 2025 ദൈവത്തിൻ്റെ കൃപയുടെ വർഷമാകയാൽ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തുന്ന ശുശ്രൂഷിപ്പദാസനെ കർത്താവ് ബലപ്പെടുത്തിയുള്ള കർത്തദാസനെയും കർത്താവ് ദിവസങ്ങൾ കൃപയുടെ മേൽ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ശുശ്രൂഷകളുടെ തലങ്ങൾ കർത്താവേ ദൈവകൃപ കൊണ്ട് നിറയപ്പെടുന്ന ദിനങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ.